എൻജോയ് അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഗോഡ് മൂവിയിലെ വിസിൽ പോട് സോങ്ങിന്റെ വീഡിയോ സോങ് ആണ്. നമ്മളതിന്റെ ലിറിക്കൽ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ പടമൊക്കെ ഇറങ്ങിയത് കൊണ്ട് അവരതിന്റെ വീഡിയോ സോങ് ഇറക്കിയിട്ടുണ്ട്. സംഭവം നമ്മൾ അന്ന് തന്നെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്താ സംഭവം എന്ന് കാണാനായിട്ട്. കാരണം 4 പേരെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ ഇൻബിറ്റ്വീൻ ഒരു കുറച്ച് ഏരിയ മാത്രമേ ഡാൻസ് കളിക്കുന്നത് കാണിക്കുന്നുള്ളൂ. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫുള്ള് കാണാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂരിയസ് മൊമെന്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വെങ്കട് പ്രഭുവിന്റെ പാട്ടായതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ പടം കാണാത്തോണ്ട് അതുകൊണ്ട് നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സജഷൻ വരുന്നുണ്ടായിരുന്നു ഈ പാട്ട് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് നേരെ എന്തായാലും വീഡിയോസും കാണാം. റെഡി? ബാർ 68 68 അല്ലായിരുന്നത്. പാർട്ടി ഒന്ന് തുടങ്ങട്ടുമാ, അതിരടി കളപ്പട്ടുമാ, ക്യാമ്പയിൻ അതാ തുറക്കട്ടുമാ, മൈക്ക കയ്യിൽ എടുക്കട്ടുമാ. ஒரு நிமிஷம், நான் சொன்னேன் ஷாம்பெயினை தான் திறக்கட்டுமான்னு சொன்னேன். ஷாம்பெயினா? என் காதல் கேம்பெயின் கேட்டுது. மம்புல அப்படிதான்டா கேட்கும். கரெக்டா கேட்டேன். ஸ்டார்ட் மியூசிக். പൊളിറ്റിക്കൽ സാധനം കാണിച്ചല്ലേ. സ്റ്റാർട്ടിംഗ് ഒരു ഡാൻസ് ഉണ്ടോ? പാർട്ടി ഒന്ന് തുടങ്ങട്ടുമാ, അതിരടി കളപ്പട്ടുമാ, ഷാമ്പെയിൻ അതാ തുറക്കട്ടുമാ, മൈക്ക കയ്യിൽ എടുക്കട്ടുമാ. இடி இடிச்சா என் வாய்ஸ் தான், வெட்டி வெட்டிச்சா என் வாய்ஸ் தான், குட்டி மக்கத்தான் நம் கூட்டணி, பாட்டி வெட்டிதான் போராட்டணி. சத்தம் பத்தாது விசில் போடு, குத்தம் பார்க்காம விசில் போடு, ரத்தம் பத்தட்டும் விசில் போடு, என் நம்பி என் நண்பா விசில் போடு, GOAT விசில் போடு, ஆட்டோமேட்டிக்கா விசில் போடு, டிராகன் வெட்டிக்கு விசில் போடு, என் நம்பி என் நண்பா விசில் அடி என்னோடு. ഇവർ രണ്ടുപേരും ചെയ്യുമ്പോ വേറെ ലെവൽ അല്ലേ. ചിലപ്പോ മാച്ച് ആവില്ലായിരിക്കും അവിടെ. ഇവര് നന്നായിട്ട് ചെയ്യില്ലേ. காரணத்தை ஏமறந்து மத்த கண்ணில் சந்தோஷத்தை பார்க்கத்தானே கண் திறந்த எதிரி ஸ்டில் பண்ணிக்கோ, மேல ஃபீல் பண்ணிக்கோ, உனக்கு நீயே கால் பண்ணிக்கோ, லைஃப் அப்போ டீல் பண்ணிக்கோ. அந்த வானோ தேயாது, இந்த பூமி மாயாது, சத்து உள்ளவர நம்ம பாட்டி ஓயாது. ஊருக்குள்ள குயிலுங்க பாட்டெல்லாம் கேட்பதில்ல, கண்ணா கட்டும் கண்ணீர் இல்ல, மயிலுங்க ஆட்டத்தை பார்ப்பதில்ல. மைக்கேல் ஜாக்சன் நான் மூன் வாக்கு, மார்லன் பிராண்டோ நான் டான் வாக்கு, மாத்தோம் வேணும் நான் தோ வாக்கு, ஓ பாட்டிக்கு நான் எங்க வாக்கு. விசில் போடு, விசில் போடு, விசில் போடு, என் நம்பி என் நம்பா விசில் அடி என்னோட. அன்னைக்கு போடு அது தப்பாத்தே கையாமட்டே ഇതൊക്കെ പൊളി അല്ലേ. പറയാതെ കേട്ടാ ഒരു 3 എനർജി ഇവര് 3 പേരുടെ ഏജ്. ഐ വിൽ ഡു ആ ഒരു വൈബിനൊക്കാനായിരിക്കും ചിലപ്പോ അജ്മലിനെ കൊണ്ടുവന്ന കേട്ടോ. ലൈക്ക് ആ ഒരു ഗ്യാങ് വൈബ്. പിന്നെ അതുപോലെ തന്നെ അവര് 3 പേര് ആ ഒരു സീനിയേഴ്സ് അല്ലേ.
അവരുടെ ആ ഒരു സംഭവം അതും ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ അത്രയും ബീറ്റിൽ അവരുടെ ആ ഒരു കംപ്ലീറ്റ് എനർജിയിൽ ഡാൻസ് കളിക്കാൻ പറഞ്ഞ സംഭവം തന്നെ അതെ അതെ എനിക്ക് തോന്നുന്നു അത് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അജ്മലിനെ കൊണ്ടുവരാത്തത്. കാരണം അതായിരിക്കും. അപ്പോഴല്ലേ നമുക്ക് ആ ഒരു അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധനം കിട്ടുള്ളൂ. അത് മാത്രല്ല നമ്മൾ അജ്മൽ ഏതോ ഒരു പടത്തിൽ വന്നാലും നമുക്ക് തോന്നും വില്ലനാകോ വില്ലനായിരിക്കോ ഇയാള് നല്ലവനായിരിക്കോ എന്നുള്ള ഒരു സംഭവം നമുക്ക് എല്ലാം ഈവൻ മലയാള പടത്തിൽ ചീറ്റർ ഒരു കള്ള ലുക്ക് ഉണ്ട് ആ ഫേസിൽ എവിടെയൊക്കെയോ. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ഏത് പടത്തിൽ ഇനിയിപ്പോ എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പൊ അജ്മൽ ഏതെങ്കിലും ഒരു പടത്തിൽ നല്ലവനായിട്ടാന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിക്കും ഇയാൾ നല്ലവൻ തന്നെയാണോ, നല്ലവനായ ഉണ്ണി ലുക്ക് ഇല്ല. അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രോഡ് സംഭവം എവിടെയൊക്കെയോ കാണാൻ പറ്റും. ഈ മൂവിയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ടും കൂടി ആയിരിക്കാം. കാരണം ആരാതിനകത്ത് എന്തെങ്കിലും എല്ലാവരുടെയും ഫേസിൽ ഒരു കളലക്ഷണം ഉണ്ട് ഇല്ലേ, എല്ലാരും നല്ലോണം എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് കണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ എടുത്തു പറയാണ്ട് വയ്യ, ഇവൻ എന്താ പറയാ തളപതിയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ പ്രഭുദേവ കളിക്കും, നമ്മള് പ്രഭുദേവനെ നോട്ടീസ് ചെയ്യുന്നു ഇല്ലേ, അത് എടുത്തു പറയണ സംഭവമാണ്. പ്രത്യേകിച്ച് അതിന്റെ അകത്ത് ലൈൻസിൽ തന്നെ മൈക്കിൾ ജാക്സൺ എന്നൊക്കെ പറയുമ്പോൾ നേരെ പ്രഭുദേവനെ കാണിക്കുന്നു. നമ്മളൊരു മൈക്കിൾ ജാക്സൺ പറയുന്നപ്പോഴും പ്രഭുദേവൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ ആണെങ്കിൽ വേറെ ആയിരുന്നു പോക്കിരിയിലെ സോങ്ങിൽ വരുന്നുണ്ടോ, അപ്പൊ അതിനകത്തിന് നമ്മൾ പെട്ടത്. കാരണം തളപതി മാത്രം വന്ന് കളിക്കുമ്പോ നമ്മള് തളപതിനെ വാ വാ അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും. പക്ഷെ തളപതിയുടെ പ്രഭുദേവ വരുമ്പോഴാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രഭുദേവനെ ശ്രദ്ധിച്ചു അറിയാണ്ട് പോകും, നമ്മളെ കണ്ണങ്ങോട്ട് പോകുന്ന സംഭവം. കാരണം ഡാൻസ് മാസ്റ്റർ അല്ലേ, നമുക്കറിയാലോ പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ എനിക്ക് ശ്രദ്ധ പോയി എനിക്ക് ഈ പാട്ടിലാണ്. കാരണം യൂഷ്വലി ഇദ്ദേഹത്തിന്റെ സോങ്സ് വരുമ്പോഴാണെങ്കിൽ ഇപ്പൊ മറ്റേ ഇതിനകത്ത് പാട്ടാണെങ്കിലോ ഏത് പാട്ടാണെങ്കിലും ജിമിക്കി ജിമിക്കി സാണാണെങ്കിലോ എന്താണെങ്കിലും ഒക്കെ എന്താ പാട്ടത്തിന്റെ പേരൊക്കെ വാരിസും പിന്നെ മറ്റേതൊക്കെ അൽമത്തി ഹബീബോ ആ സോങ് ഒക്കെ എന്തിൽ ഇവൻ നായികമാരൊക്കെ വന്നാലും ആരൊക്കെ തന്നെ വന്നാലും നമ്മള് എന്താ പറയാ വിജയനെ മാത്രമേ നോക്കുള്ളൂ. അവിടെ അദ്ദേഹത്തിന്റെ ഡാൻസ് ആയിരിക്കും വാ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയാ പ്രഭുദേവ വരുന്ന സമയത്ത് എന്താണെന്നറിയില്ല, ചില സമയത്തൊക്കെ വിജയൻ വാഷ് ഔട്ട് ആയി പോയുള്ള ഒരു ഫീൽ അടിച്ചുകൂട്ടാ. ഈവൻ തോ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ആ ഒരു എനർജിയിൽ കളിക്കാൻ നോക്കിയിട്ടുണ്ട്, ആ ഒരു ബീറ്റിനൊത്ത് തന്നെ മൂവ്സ് ഇടാൻ നോക്കി, എല്ലാം നല്ല എക്സലന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രഭുദേവ വന്നതുകൊണ്ടാണ് തോന്നുന്നത് അവിടെ പ്രഭുദേവനെ നമ്മൾ നോക്കി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ 3 പേര് ഒരുമിച്ച് വരുന്നൊരു ഫ്രെയിം ഇല്ലേ, അപ്പോഴവരെ ഒരു എനർജറ്റിക് ആയിട്ട് കണ്ടിന്യൂസ് കളിക്കുന്നില്ലേ, അത് നല്ല രസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അവിടെ പ്രശാന്ത് ഗംഭീരമായിട്ട് കളിക്കുന്നു. ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ട്. കാരണം പ്രശാന്ത് ഇത്രയും നാള് കഴിഞ്ഞിട്ടൊക്കെ വരികയാണ്, സോ എങ്ങനെയാണ് ആള് ഡാൻസ് കളിക്കുമ്പോൾ ആ ഒരു വൈബ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഉണ്ട്. പുള്ളിക്കാരനെ അറ്റ്ലീസ്റ്റ് മാനേജ് ചെയ്തിട്ടുണ്ട് അവിടെ. അതായത് ആ ഒരു സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആ ഒരു അവരുടെ അതേ വൈബിൽ തന്നെ വന്ന് ആ ഒരു എനർജിയിൽ വരാനായിട്ട് നോക്കിയിട്ടുണ്ട്. പാട്ട് സത്യം എടുത്തു പറയാലോ. കാരണം ഈ പാട്ട് നമ്മൾ ഫസ്റ്റ് വന്നപ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ലിറിക്കലാണെങ്കിൽ നമുക്ക് അതിന്റെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ബീറ്റിലും നമ്മളറിയില്ലേ ഒരു ഡപ്പാങ്കുത്ത് ബീറ്റും ഉണ്ട്, അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു കുട്ടി സ്റ്റോറിയിൽ ഒരു ടൈപ്പിലുള്ള കുറച്ച് ലൈൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒരു ഇമോഷണൽ സാധനവും എല്ലാം പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പാട്ട് പോകുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ നല്ല അഭിപ്രായം പറഞ്ഞെങ്കിലും കുറെ ആൾക്കാർക്ക് ആ പാട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല ഫസ്റ്റ് വിസിൽ പോഡ്. എനിക്കൊന്ന് പിന്നെ മട്ട വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാക്കി എല്ലാ സോങ്ങിനെക്കാളും. പക്ഷെ എനിക്ക് പേഴ്സണലി വിസിൽ പോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആദ്യം മുതലേ. മട്ട കഴിഞ്ഞ പിന്നെ വിസിൽ പോഡ് നല്ലായിരുന്നല്ലോ. ഈ സോങ് നന്നായിരുന്നു. ഇതിനും ഉണ്ടായിരുന്നു നെഗറ്റീവ് പാട്ടിന്. കാരണം അതായത് ഒരു ചെറിയൊരു മോഡിലൊരു മാറ്റമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ ഒരു സോങ് വരുന്ന സമയത്ത് ഒരു ഹൈ മോഡിലായിരിക്കും പോകുന്നത്. ഇപ്പൊ ബീറ്റ് ഒക്കെ കുറച്ച് ഡൗൺ ആവും ഈ പാട്ട്, ഒരു ഡൗൺ. പിന്നെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് ആ ഒരു തലപതി വോയിസ് ഒക്കെ നല്ലതാണെങ്കിലും ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോ എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരു പാട്ട് കേൾക്കുന്ന ഒരു ഫീൽ അല്ല. അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ പാടുന്ന ഒരു ഫീലാ പെട്ടെന്ന് തുടങ്ങട്ടെ. പക്ഷെ അതെന്ന് വെച്ചാല് സംഭവം എനിക്ക് തോന്നുന്നത് വെങ്കട് പ്രഭു കുറച്ചും കൂടി പാട്ടിന്റെ ലൈൻസിന്റെ തന്നെ പുതിയ കാലത്തെ കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ സംഭവങ്ങളൊക്കെ ഏകദേശം അതന്നെ പറഞ്ഞു. പിന്നെ നമ്മളെ വിജയണ്ണന്റെ പടത്തിന്റെ അകത്ത് ഉണ്ടാവുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ടല്ലോ, അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത്, അത് വൃത്തിക്ക് തന്നെ നല്ല രീതിയിൽ. അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ചെറിയൊരു സംഭവം, സ്റ്റാർട്ടിങ് നമുക്ക് തോന്നുന്നു അയ്യോ ഇതെന്താ ഇങ്ങനെ തുടങ്ങുന്നത്, പക്ഷെ അതിനുശേഷം സംഭവം ഒക്കെയാണ്. സംഭവം എല്ലാം നല്ലോണം പോകുന്നു, നന്നായിട്ട്. അതായത് ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സോങ്ങിന്റെ. എനിക്ക് തോന്നുന്നു നമ്മള് ഫസ്റ്റില്ലേ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ സ്റ്റാർട്ടിംഗ് പോർഷൻ ആണ് തോന്നുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ പാർട്ടി തുടങ്ങട്ടും. ഈ പാട്ട് ഫുൾ വേർഷൻ ഇത് തന്നെയാണോ, ഇനി ഇതിന്റെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കാരണം എന്താ അറിയോ, പെട്ടെന്ന് തീർന്ന പോലെ ഉണ്ടായിരുന്നില്ല അവസാനം തൊട്ട്. അതിന്റെ ഇൻബിറ്റ് കാരണം നമ്മൾ ലിറിക്കൽ കേട്ടപ്പോ കുറച്ചും കൂടി അധികം കേട്ട പോലെ ഉണ്ടായിരുന്നു പാട്ട്. അറിയില്ല കേട്ടോ ഇനി ഉണ്ടോന്നുള്ള. ചിലപ്പോ ഇത് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അങ്ങനെ തോന്നിയതും ആവാം. എനിക്ക് ചിലപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ലിറിക്കലിന്റെ അകത്ത് കുറച്ചും കൂടി ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു.
താനാന ആ സാധനങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് അധികം ഉള്ള പോലെ ഉണ്ടായിരുന്നു. ചിലപ്പോ എന്തെങ്കിലും ഒരു സീനായിട്ട് ഒപ്പിച്ചു വരുന്നതുകൊണ്ട് എന്തെങ്കിലും വന്നായിരിക്കാം. മിസ്സിങ് എന്തെങ്കിലും നമ്മളെ കാണിക്കാത്ത എന്തെങ്കിലും സിനിമയിൽ ഉണ്ടാവും. പിന്നെ എന്തായാലും അവർക്ക് എന്നാലും ഇപ്പോഴും പടം ഓടിക്കൊണ്ടിരിക്കുന്നതല്ലേ തിയേറ്ററിൽ, അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ആ ഒരു സംഭവങ്ങൾ കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇതിപ്പോ ഇറക്കിയത് എനിക്കൊന്ന് OTT വരാൻ പോകുന്നുണ്ട്, അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഇറക്കി. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ മൂവിക്ക് മുന്നേ ഈ ഒരു സോങ് ഇറക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. വൈബ് കിട്ടിയല്ലേ, ഇതിന്റെ വീഡിയോ ദാവൂദ് ഇറക്കിയ പോലെ ഇറക്കണമായിരുന്നു, ഒന്ന് ഇറക്കാമായിരുന്നു തോന്നി. കാരണം വെച്ചാൽ കുറച്ചൊരു നെഗറ്റീവിൽ തന്നെയാണല്ലോ പടം ഉണ്ടായിരുന്നത്. അപ്പൊ എന്ന് വെച്ചാല് ഇതിന്റെ ഒരു കുറച്ചൊരു വൈബ് ഒന്നും കൂടി കൊടുത്തിരുന്നെങ്കിൽ ആ ലിറിക്കൽ അല്ലാണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. മറ്റേ പാട്ടും നമ്മള് എന്തായിരുന്നു ഇത്, രണ്ടാമത്തെ സിംഗിൾ ചിന്ന ചിന്ന കണ്ടുള്ള അതിന്റെ വീഡിയോ ഇറങ്ങിയെന്നു ഇറങ്ങിയില്ലേ? അതും പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.